ഹലോ എവ്രി വൺ, ബയോ ഓഷ്യന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ +1 റിവിഷന്റെ 7ാമത്തെ ദിവസം 7ാമത്തെ വീഡിയോയിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 10 സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനും ചാപ്റ്റർ നമ്പർ 13 ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 11 ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സും ചാപ്റ്റർ 12 മിനറൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും രണ്ടും കട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് 10th ചാപ്റ്റർ കഴിഞ്ഞിട്ട് നേരെ 13th ചാപ്റ്ററിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ സെൽ സൈക്കിളും സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും അതുപോലെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട്. ബാക്കി കുറെ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇത് രണ്ടും. അപ്പൊ അതിനകത്ത് വളരെ റീസെന്റ് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ഒക്കെ നമ്മളുടെ ഈ ചാനലും നമ്മളുടെ വീഡിയോസും നമ്മളുടെ ചാനലിൽ നമ്മളുടെ ഈ +1 റിവിഷന്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ കിടപ്പുണ്ട്. അതും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് രണ്ടാൾക്കും ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. ആൻഡ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അധികം വൈകിപ്പിക്കാതെ നമ്മൾക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഫസ്റ്റ് വൺ, ഒബ്സർവ് ദ ഗിവൺ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മിയോസിസ്, റിഡക്ഷൻ ഡിവിഷൻ, മൈറ്റോസിസ് ഡാഷ്. എന്തായിരിക്കും? മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ ആണ് എന്നുണ്ടെങ്കിൽ മൈറ്റോസിസ് എന്തായിരിക്കും? എന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ. എന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്രോമസോം നമ്പർ ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഉണ്ടാവുന്ന രണ്ട് സെല്ലുകളിലും ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോംസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിവിഷൻ ആണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. ക്രോമസോം നമ്പർ റെഡ്യൂസ് ചെയ്ത് ഹാഫ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവിഷൻ ആണ് മിയോസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മിയോസിസിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്നും മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, മെറ്റഫേസ് എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ടു ദ കൈനറ്റോകോസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രോമാറ്റിഡ്സ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ് എന്ന് പറയുന്നത് ഏത് ഫേസ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടതാണ്. പക്ഷെ ഞാൻ എന്തായാലും ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് പോൾസിലേക്ക് ക്രോമാറ്റിഡ്സ് മൂവ് ചെയ്യുന്ന ആ ഒരു ഫേസ് ഏതാണ്? ദാറ്റ് ഈസ് ആനഫേസ്. ഏതാണ്? ആനഫേസ്. ഇതേപോലെ ഏത് ഫേസ് വെച്ചിട്ടും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മെറ്റഫേസ്, ആനഫേസ് മാത്രമല്ല വേറെ ഏത് ഫേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ പാക്റ്റീൻ, സൈഗോട്ടീൻ അതൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ വെച്ചിട്ടോ PS1 PS2 വെച്ചിട്ടൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഇതേമാതിരിയുള്ള രീതിയിൽ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, next one, meiosis is highly significant in sexually reproducing organisms. Justify. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിൽ മിയോസിസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അത് എന്താണെന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾക്ക് എന്ത് എഴുതിയാൽ മതി? സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ ഈ പറഞ്ഞ മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ആൻസർ ആയിട്ട് എഴുതി വെച്ചാൽ മതി. നമുക്കൊന്ന് നോക്കാം. Meiosis is the mechanism by which conservation of specific chromosome number of each species is achieved across generations in sexually reproducing organisms. Even though the process results in the reduction of chromosome number by half, it also increases the genetic variability of the population of the organisms from one generation to next. Okay, എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ മിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോ സ്പീഷീസിനും ഇത്ര ക്രോമസോം നമ്പർ എന്നുള്ളതുണ്ട് അല്ലേ? ആ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമസോം നമ്പറിനകത്തേക്ക് എത്തിക്കാനുള്ള ടൈപ്പ് ഓഫ് ഒരു മെക്കാനിസം ആണ് മിയോസിസിൽ നടക്കുന്നത്. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള റെഡ്യൂസ്ഡ് ടു ഹാഫ് ദ നമ്പർ ആയിട്ടുള്ള ക്രോമസോംസ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. വൈ? എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ ജനറ്റിക് വേരിയബിലിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാവാൻ കാരണം പകുതി ക്രോമസോമുകൾ നമ്പർ ആയാൽ മാത്രമേ രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ പലതരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടായിട്ട് ഒരു പുതിയ പ്രോജനിനെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ജനറ്റിക് വേരിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇത് ഓരോരോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഓരോരോ ബുള്ളറ്റ്സ് ഇട്ട് തന്നിരിക്കുന്നത് ഓരോ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്ങിന്റെ അണ്ടറിൽ കൊടുക്കാൻ പറ്റുന്നതായത് കൊണ്ടിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിരിക്കുന്നു എന്ന് മാത്രം. സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടാതെ. ഓക്കെ. Cytokinesis in animal cell take place by the appearance of a dash in the plasma membrane. Plasma membrane എന്തോ ഒരു സാധനം വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ആനിമൽ സെല്ലിൽ സൈറ്റോകൈനസിസ് സംഭവിക്കുന്നത്. എന്ത് വരുന്നതിന്റെ ഭാഗമായിട്ടാണ്? ഒരു ഫറോ വരുന്നതിന്റെ ഭാഗമായിട്ടാണ്. രണ്ട് വശത്തുനിന്ന് ഇങ്ങനെ കുഴിഞ്ഞിങ്ങനെ വരും അല്ലെ, ഡീപ്പൻ ചെയ്തിട്ടാണ് അവർ കട്ടായി പോകുന്നത്. അങ്ങനെയല്ലേ സൈറ്റോകൈനസിസ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഫറോവിന്റെ ഫോർമേഷൻ ആണ് ആക്ച്വലി എന്തിലേക്ക് നയിക്കുന്നത്? രണ്ട് സെല്ലിലേക്ക് നയിക്കുന്നത്. സോ ഈ ബ്ലാങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഫറോ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ക്രോസിംഗ് ഓവർ occurs in the dash substage of the prophase 1. പ്രൊഫേസ് വണ്ണിന്റെ ഏത് സബ്സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്? ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സിനാപ്റ്റോനിയമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നത് എവിടെ? അല്ലെങ്കിൽ സിനാപ്സിസ് ഉണ്ടാകുന്നത് എവിടെ? കയസ്മേറ്റ ഉണ്ടാകുന്നത് എവിടെ? ലോങ്സ്റ്റ് ഫേസ് ഏതാണ്? അങ്ങനെയുള്ളതൊക്കെ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ക്രോസിംഗ് ഓവർ നടക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. എവിടെയാ ക്രോസിംഗ് ഓവർ നടക്കുന്നത്? പാക്കറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. എവിടെയാണ്? പാക്കറ്റീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the stage between meiosis 1 and meiosis 2 is called as dash. എന്താണ് meiosis 1ന്റെയും meiosis 2ന്റെയും ഇടയിലുള്ള ഫേസിനെ വിളിക്കുക നമ്മൾ? ഇന്റർകൈനസിസ് എന്ന് പറഞ്ഞിട്ടാ വിളിക്കുക. എന്താ വിളിക്കുക? ഇന്റർകൈനസിസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ വളരെ ഈസി ആയിട്ടുള്ളത്, എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം ഡ്യൂറിംഗ് പാക്കറ്റേജ് സ്റ്റേജ് ഓഫ് meiosis 1 is called as dash. meiosis 1ന്റെ പാക്കറ്റീൻ സ്റ്റേജിൽ ഹോമോലോഗസ് ക്രോമസോമുകൾ തമ്മിൽ ജനറ്റിക് മെറ്റീരിയലിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നു? എന്താ വിളിക്കുക? ദാറ്റ് ഈസ് കോൾഡ് ആസ് ക്രോസിംഗ് ഓവർ. എന്താ വിളിക്കുക? ദാറ്റ് ഈസ് കോൾഡ് ആസ് ക്രോസിംഗ് ഓവർ. നെക്സ്റ്റ് വൺ, DNA synthesis take place in the dash phase of cell cycle. സെൽ സൈക്കിളിന്റെ ഏത് ഫേസിലാണ് DNA synthesis നടക്കുന്നത്? ഏത് ഫേസിലാണ്? എസ് ഫേസ് അഥവാ സിന്തസിസ് ഫേസിലാണ് ഈ പറഞ്ഞ DNA സിന്തസിസ് നടക്കുന്നത്. സിന്തസിസ്, DNA സിന്തസിസ് അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ. അപ്പൊ അത്രയുമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരുന്നത്. ഇനി വേറെ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു സെൽ സൈക്കിൾ ആൻഡ് ഐഡന്റിഫൈ എ ആൻഡ് ബി. ഇത് G1 ഫേസ് ആണ്. ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കുറച്ചും കൂടി ഒരു ഡാർക്കർ പെൻ എടുക്കട്ടെ. ഓക്കെ. അപ്പൊ ഇത് G1 ഫേസ് ആണ്. 3 ഫേസ് ആണ് സെൽ സൈക്കിളിൽ ഉള്ളത്. ഈ എം ഫേസ് ഒഴിച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള പ്രിപ്പറേറ്ററി ആയിട്ടുള്ള ഈ ഫേസിൽ 3 സ്റ്റേജസ് ഉണ്ട്. G1 പിന്നെ A, B എന്നാണ് തന്നിരിക്കുന്നത്. എയും ബിയും നമ്മൾ ഫില്ല് ചെയ്യണം. എന്താണ്? G1 ഉണ്ട്, അതുപോലെ തന്നെ എസും G2യും ഉണ്ട് അല്ലെ? അപ്പൊ A എന്ന് പറയുന്നതാണ് എസ് ഫേസ്, ബി എന്ന് പറയുന്നത് G2 ഫേസ് ആണ്. ആക്ച്വലി ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് G1 S ദെൻ എന്താണ്? G2 അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക, G1 S G2. അപ്പൊ G1 ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ എയിൽ എന്ത് വരും? എസ് ഫേസ് വരും. ബിയിൽ വരുന്നത് G2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റംസ് ഓഫ് കോളം എ ആൻഡ് ബി, മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ. റീകോമ്പിനേഷൻ മൊഡ്യൂൾസ്, കയസ്മേറ്റ, മെറ്റഫേസ് പ്ലേറ്റ്, കൈനറ്റോകോർ. ഇതില് നമുക്ക് അറിയാവുന്നത് ആദ്യം നമുക്ക് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ. കയസ്മേറ്റ അറിയാമല്ലോ. കയസ്മേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഡിപ്ലോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ ഉണ്ടാകുന്ന ക്രോമസോമുകൾ ഇങ്ങോട്ടും ആംസ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ആസ് കയസ്മേറ്റ. അപ്പൊ കയസ്മേറ്റക്ക് യോജിച്ച ഓപ്ഷൻ ബിയിൽ ഉണ്ടോ നോക്കൂ. ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് എൻ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോംഡ് ഡ്യൂറിങ് ഡിപ്ലോട്ടീൻ. അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യാം നമുക്ക്. ഇനി മെറ്റഫേസ് പ്ലേറ്റ് അതറിയാമല്ലോ. എന്താണ് മെറ്റഫേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ക്രോമസോമുകൾ നിരത്തി വെച്ചിരിക്കുന്ന ഇക്വേറ്റർ റീജിയൻ ഓഫ് ദ സെല്ലാണ് അല്ലെ? സോ നമുക്ക് അതിനെ എന്തുമായിട്ട് മാച്ച് ചെയ്യാം? ഈ ഫോർത്ത് ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. പ്ലെയിൻ ഓഫ് അലൈൻമെന്റ് ഓഫ് ക്രോമസോം. ക്രോമസോമുകൾ അലൈൻ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്ലെയിൻ എന്ന് പറയും. ഓക്കെ. ഇനി കൈനറ്റോകോർ. കൈനറ്റോകോർ എന്താ? കൈനറ്റോകോറിൽ വന്നിട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് പിടിക്കുന്നത് അല്ലെ? എന്നിട്ടാണ് പിടിച്ച് വലിക്കുക. അപ്പോഴാണ് അവർ ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതിനെ ഫിഫ്ത്ത് ഓപ്ഷൻ ആയിട്ട് അറ്റാച്ച് ചെയ്യാം, സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഇനി റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വെച്ചിട്ട് എന്ത് നടക്കും?
ക്രോസിംഗ് ഓവർ നടക്കും ഇല്ലേ? സോ വി ക്യാൻ മാച്ച് ഇറ്റ് വിത്ത് സെക്കൻഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് സൈറ്റ്സ് അറ്റ് വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ്. ഇങ്ങനെയാണ് ഇതിന്റെ മാച്ചിങ് സംഭവിക്കുന്നത്. കാണാമല്ലോ. Next one, 4 stages of mitotic karyokinesis are given below. മൈറ്റോസിസിലെ കാരിയോകൈനസിന്റെ 4 സ്റ്റേജുകൾ തന്നിട്ടുണ്ട്. ഇൻകറക്റ്റ് ഓർഡറിലാണ് അത് തന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഐഡന്റിഫൈ ദ തേർഡ് സ്റ്റേജ് ഇൻ ദ ഓർഡർ ഓഫ് ഒക്കറൻസ് ആൻഡ് റൈറ്റ്സ് ഇറ്റ് 2 ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഓർഡറിൽ പറഞ്ഞേ, ഏതാണ് ആദ്യം വരിക? പ്രൊഫേസ് ആണ് ആദ്യം വരിക. പ്രൊഫേസ് ആദ്യം വരും. പ്രൊഫേസ് കഴിഞ്ഞിട്ട് രണ്ടാമത്താണ് മെറ്റഫേസ് എന്ന് പറയുന്നത്, മൂന്നാമത്തതാണ് ആനഫേസ് എന്ന് പറയുന്നത്, നാലാമത്തതാണ് ടീലോഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റേജ് ഏതാണ്? ആനഫേസ് ആണ് അല്ലെ? ഓർഡർ ഓഫ് ഒക്കറൻസ് നടക്കുന്നതിന്റെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? അതിന് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആനഫേസ് ആണ്. അതിന്റെ 2 ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോമാറ്റിഡ്സ് എന്തായിട്ട് മാറും? സെപ്പറേറ്റ് ആയിട്ട് മാറും. എന്നിട്ട് ആ ക്രോമാറ്റിഡ്സ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ഇത്ര നേരം അവർ എവിടെ ഇരുന്നേച്ചത്? മെറ്റഫേസിലായിരുന്നപ്പോൾ ആ ഇക്വേറ്റർ റീജിയൻ അഥവാ മെറ്റഫേസ് പ്ലേറ്റിന്റെ അടുത്താണ് ഇരുന്നേച്ചത് അല്ലെ? പക്ഷെ ആനഫേസ് ആകുമ്പോഴേക്ക് സ്പിൻഡിൽ ഫൈബർ അവിടെ എങ്ങോട്ടേക്ക് വലിക്കും? ഓപ്പോസിറ്റ് പോൾസിലേക്ക് വലിക്കും. സോ അതാണ് 2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി ഫീച്ചേഴ്സ് പറയുന്നത് കൊണ്ടിട്ട് പ്രൊഫേസിന്റെയും മെറ്റഫേസിന്റെയും ടീലോഫേസിന്റെയും കൂടെ ഫീച്ചേഴ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, പ്രൊഫേസ്, ക്രോമസോമൽ മെറ്റീരിയൽ കണ്ടൻസസ് ടു ഫോം കോമ്പാക്ട് മൈറ്റോട്ടിക് ക്രോമസോംസ് അല്ലെ? ക്രോമസോം മെറ്റീരിയൽ ഭയങ്കര കണ്ടൻസ് ചെയ്തിട്ട് നമ്മൾ നൂലൊക്കെ കട്ട പിടിക്കുന്ന മാതിരി കിടക്കുമായിരുന്നു. അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമസോമുകളായിട്ട് മാറുന്നു എന്നുള്ളത് നടക്കുന്നത് എവിടെയാണ്? പ്രൊഫേസിലാണ്. And chromosomes are seen to be composed of 2 chromatids attached together at a centromere. ഒരു സെൻട്രോമിയറിൽ 2 chromatids അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഫോമിലേക്ക് അതുമായിട്ട് മാറുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പൊ അത് 2 പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ എഴുതാം. സെൻട്രോസോം which had undergone duplication during the interphase begin to move towards the opposite poles of the cell. സെൻട്രോസോം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും? ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് ഈച്ച് സെൻട്രോസോം radiates out microtubules called asters. The 2 asters together with spindle fibers form the mitotic apparatus. ഓരോ സെൻട്രോസോമിൽ നിന്നിട്ടും ചില മൈക്രോ ട്യൂബ്യൂൾസ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ മൈക്രോ ട്യൂബ്യൂൾസിനെയാണ് നമ്മൾ ആസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. 2 ആസ്റ്റേഴ്സിന്റെ ഒപ്പം സ്പിൻഡിൽ ഫൈബറും കൂടെ ചേരുമ്പം we call it as mitotic apparatus. ഓക്കെ, ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതി വെക്കുക. 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, നിങ്ങളടുത്ത് പറയുന്ന അത്രയും എഴുതി വെക്കുക. ഓക്കെ, ഇതാണ് അതിന്റെ കോർ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് പ്രൊഫേസിൽ നടക്കുന്നത്. മെറ്റഫേസിലേക്ക് വരുമ്പം സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു ദ കൈനറ്റോകോർസ് ഓഫ് ദ ക്രോമസോം. ക്രോമസോമിന്റെ കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് അവന് they move toward the spindle equator and get aligned along the metaphase plate through the spindle fibers to the both poles. ആ സ്പിൻഡിൽ ഫൈബർ പിടിച്ചതിന് ശേഷം അവർ ആ ഇക്വേറ്റർ റീജിയൻ അഥവാ മെറ്റഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓൾറെഡി നമ്മൾ ആനഫേസിനെ പറഞ്ഞു. സോ ഡയറക്ട്ലി ടു ടീലോഫേസ്, ക്രോമസോംസ് ക്ലസ്റ്റർ അറ്റ് opposite spindle poles and their identity is lost as discrete elements. അവർ opposite poles എത്തി. nuclear envelope develops around the chromosome, clusters at each pole forming 2 daughter nuclei. അപ്പൊ 2 പോൾസിൽ ഇരിക്കുകയല്ലേ, അതിന് ചുറ്റും എന്ത് വരാൻ തുടങ്ങും? ന്യൂക്ലിയർ എൻവലപ്പ് വരാൻ തുടങ്ങും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ക്രോമസോമുകൾ ട്രാപ്പ് ആവും. ആ 2 അറ്റത്ത് 2 ന്യൂക്ലിയർ എൻവലപ്പ് വന്നു കഴിയുമ്പോൾ അത് പിന്നീട് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ന്യൂക്ലിയോലസ്, ഗോൾജി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലെയുള്ള സാധനങ്ങളൊക്കെ വീണ്ടും വരാനായിട്ടും തുടങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് കഴിഞ്ഞാലല്ലേ നമുക്ക് സൈറ്റോകൈനസിസ് നടത്തുന്നതിന്റെ 2 സെല്ലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2 സെല്ലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളല്ലേ ഈ ഗോൾജി കോംപ്ലക്സും ER പോലെയുള്ള സാധനങ്ങളെല്ലാം. അപ്പൊ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഒപ്പം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആൻഡ് ഇതേ രീതിയിൽ നമ്മളിപ്പോ കണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊഫേസിന്റെ ആനഫേസിന്റെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതേ രീതിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലത് എന്താ പറയാ ഫിഗറോട് കൂടിയിട്ട്, ചിലത് ഫിഗർ അല്ലാതെ, അങ്ങനത്തെ രീതിയിൽ പല രീതിയിൽ റിപ്പീറ്റഡ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു പാർട്ടാണ് ഈ പറഞ്ഞ പ്രൊഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ഇത് ഐഡന്റിഫൈ ചെയ്യുക അങ്ങനെയുള്ളതല്ല. സോ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ആൻസർ മുന്നേ പറഞ്ഞിട്ടുള്ള സെയിം സംഭവം തന്നെയാണ്. ആൻസർ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വായിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. സോ ദാറ്റ് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്. ആൻസേഴ്സ് തൊട്ട് മുന്നേ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്, അത് നോക്കി പഠിച്ചോളൂ. ഓക്കെ, ഒബ്സർവ് ദ ഗിവൻ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്, ഐഡന്റിഫൈ ദ സ്റ്റേജ് ആൻഡ് റൈറ്റ് എനി 2 ഫീച്ചേഴ്സ്. ഫിഗറിൽ ഒരു സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് സ്റ്റേജ് ആണ്? ലാസ്റ്റ് സ്റ്റേജ് ആണ്. ന്യൂക്ലിയസ് ഒക്കെ ആയി തുടങ്ങിയില്ലേ?
ഇല്ലേ? സോ ദിസ് ഇസ് ടീലോഫേസ് എന്നിട്ട് അതിന്റെ രണ്ട് ഫീച്ചേഴ്സ് എഴുതുക എന്നുള്ളതാണ് ഒരു ചോദ്യം. Given below is the diagrammatic representation of a particular stage of mitosis. Identify the stage and write any two features of the stage. ഈ സ്റ്റേജ് എന്താ? ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്ന ഈ സ്റ്റേജ് എന്താണ്? ആനഫേസ് അല്ലെ? എന്നിട്ട് അതിന്റെ രണ്ട് ഫീച്ചേഴ്സ് എഴുതുക. ഓക്കെ, ഇനി write the name of the stage of mitosis in the given figure and write one main event occurring in this stage. The same ആണ് അല്ലെ? രണ്ടും സെയിം ചിത്രം പോലുമാണ് അല്ലെ? Next one, karyokinesis of mitosis is divided into 4 stages. Name the second and third stage. Write in two features of second stage. രണ്ടാമത്തെ സ്റ്റേജും മൂന്നാമത്തെ സ്റ്റേജിനെ പേര് എഴുതുക. പക്ഷെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ഏത് മാത്രം? സെക്കൻഡ് സ്റ്റേജ് മാത്രം. സെക്കൻഡ് സ്റ്റേജ് ഏതാ? പ്രൊഫേസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സെക്കൻഡ് സ്റ്റേജ് മെറ്റഫേസ്. ഓക്കെ, observe the following phases of nuclear division during the mitosis and answer the following questions. എ ബി എന്നുള്ളത് ഫസ്റ്റ് വൺ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ്. എ എന്ന് പറയുന്നത് എന്താണ്? സെന്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് മെറ്റഫേസ്. ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് ടീലോഫേസ്. ബി ടീലോഫേസ് ആണ്. വാട്ട് ആർ ദ മെയിൻ ഇവന്റ്സ് ഒക്കറിംഗ് ഇൻ ദീസ് ടു സ്റ്റേജസ്? അറിയാമല്ലോ. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് സെൽ ഡിവിഷൻ. ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അത് എന്തിന്റെയാണ്? മെറ്റഫേസിന്റെ ആണ്. ലേബൽ ചെയ്തിരിക്കുന്ന പാർട്സ് എ ആൻഡ് ബി എന്താണെന്നുള്ളത് നോക്കുക. ആ വര മാതിരിയുള്ളത് എന്ത് സാധനമാണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. ബി എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ക്രോമസോം ആണ്. ആൻഡ് ക്രോമസോമില് പാക്കറ്റിൻ സ്റ്റേജിന്റെ ഏതെങ്കിലും പെക്യുലാരിറ്റീസ് എഴുതാനാണ് നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. പാക്കറ്റിൻ സ്റ്റേജ് എവിടെയല്ല? മൈറ്റോസിസിലല്ല, മിയോസിസിലാണ്. ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആണ് കേട്ടോ അത്. ഓക്കെ, സോ അതെല്ലാം നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു പോർഷൻ വളരെ എന്താ പറയാ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During interphase, cell prepares for cell division. Write the three phases of interphase. അതായിരുന്നു question A. Question B, write the peculiarity of quiescent stage, G0 phase. അല്ലെ? 3 phases ഏതൊക്കെയാ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, G1, S ആൻഡ് G2 എന്ന് പറയുന്നത്. ഇനി quiescent stage അഥവാ G0 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജ് ഉണ്ട്. അതിന്റെ പെക്യുലാരിറ്റി എഴുതാനാണ് നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. That is, cell in this stage remain metabolically active but no longer proliferate unless called on to do so. So depending on the requirement of the organism. എന്ന് വെച്ചാൽ quiescent സ്റ്റേജിന്റെ പ്രത്യേകത എന്താ? അവർ ഡിവൈഡ് ചെയ്തിട്ടൊന്നും പോകുന്നില്ല. പുതിയ സെൽസ് ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം എന്താ? അവർ മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. അവർ ആക്റ്റീവ് അല്ല. അൺലെസ് അവർക്ക് അതിന്റെ ഒരു ആവശ്യം വരാതെ അവർ ആക്റ്റീവ് ആയിട്ട് മാറി അവരുടെ പ്രവർത്തനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യില്ല. അങ്ങനെ വളരെ ഇനാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പാസീവ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് കോൾഡ് ആസ് quiescent സ്റ്റേജ് എന്ന് പറയുന്നത്, അഥവാ G0 സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് നമ്മളുടെ മിയോസിസ് 1ന്റെ സ്റ്റേജുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ആൻഡ് അതിനെ നിങ്ങളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് മാച്ച് ചെയ്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡയാകൈനസിസ് ആണ്. ഡയാകൈനസിസ് എന്ന് പറഞ്ഞാൽ ടെർമിനലൈസേഷൻ ഓഫ് കയസ്മേറ്റ ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സൈഗോട്ടീൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജുകളിൽ പെടുന്നതാണ്. അവിടെയാണ് സിനാപ്സിസ് നടക്കുന്നത്. അടുത്ത സ്റ്റേജ് ആണ് പാക്കറ്റീൻ എന്ന് പറയുന്നത്. അവിടെയാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. പാക്കറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡിപ്ലോട്ടീൻ. അവിടെയാണ് ഫോർമേഷൻ ഓഫ് കയസ്മേറ്റ നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ മാച്ചിങ് വരുന്നത്. ഓരോ സ്റ്റേജിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റുകൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ആകെ കൂടെ നിങ്ങൾക്ക് മൈറ്റോസിസും മിയോസിസും മാത്രമേ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ. പിന്നെ ഇന്റർഫേസ്, സെൽ സൈക്കിളിന്റെ 2-3 സ്റ്റേജസ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ. അതിൽ മൈറ്റോസിസും മിയോസിസും ആണ് അവര് ഭൂരിഭാഗം 90% എടുത്ത് ചോദിക്കുന്നത്. ഇന്റർഫേസും അതുപോലെ തന്നെ സെൽ സൈക്കിളും കുറച്ച് പാർട്സിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രം. Mitosis is often called as equational division. Why? നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പക്ഷെ we will look at the answer. Since the number of chromosomes in the parent and progeny cells is the same, it is also called as equational division. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം? ഇപ്പൊ ഒരു സ്പീഷീസ് ആണെങ്കിൽ ആ സ്പീഷീസിന് എക്സാക്ട്ലി ഇത്ര നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിന്റെ പാരന്റ് ആയിക്കോട്ടെ കുഞ്ഞായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിന്റെ നമ്പർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദാറ്റ് സ്പെസിഫിക് നമ്പർ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫേസിനെ അല്ലെങ്കിൽ ആ ഒരു ഡിവിഷനെയാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട്? വി കോൾ ഇറ്റ് ആസ് മൈറ്റോസിസ്. അഥവാ എന്നെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് മൈറ്റോസിസിന്റെ മിയോസിസിന്റെയും സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ടു സ്റ്റഡി ദാറ്റ്. ഓക്കെ, അപ്പം മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് യൂഷ്വലി റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് വിത്ത് ഐഡന്റിക്കൽ ജനറ്റിക് കോംപ്ലിമെന്റ്.
ഓക്കെ, ജനറ്റിക് ഘടന എന്താ പറയാ ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദ ഗ്രോത്ത് ഓഫ് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ഈസ് ഡ്യൂ ടു മൈറ്റോസിസ്. നമുക്കറിയാം നമ്മുടെ സെല്ലിന്റെ ഡിവിഷൻ നടക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ വളരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിലെ ഗ്രോത്ത് നിയന്ത്രിക്കുന്നത് മൈറ്റോസിസ് ആണ്. സെൽ ഗ്രോത്ത് റിസൾട്ട് ഇൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് the ratio between the nucleus and the cytoplasm. It therefore becomes essential for the cell to divide and restore the nucleocytoplasmic ratio അല്ലെ. അപ്പം ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹാസ് ടു ഡു സംതിങ് ദാറ്റ് ഈസ് അതിന്റെ ഓരോ സെല്ലിലും കിട്ടുന്ന ഡോട്ടർ ആയിട്ടുള്ള സെല്ലിലേക്ക് കിട്ടുന്ന ന്യൂക്ലിയസിന്റെയും സൈറ്റോപ്ലാസത്തിന്റെയും അളവ് ഒരു നിശ്ചിതമായിരിക്കണം. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എ വെരി സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മൈറ്റോസിസ് ഇസ് സെൽ റിപ്പയർ. സെല്ല് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും കേടായ സെല്ലുകളെ മാറ്റി നല്ല സെല്ലുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The cells of the upper layer of epidermis called the epidermis, cells of the lining of the gut and the blood cells are being constantly replaced by mitotic divisions in the meristematic tissues, the apical and lateral cambium, resulting in a continuous growth of plants throughout their life. Plants ലേക്ക് വരുമ്പോൾ അവരുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ ഉള്ള ഡിവിഷൻ നടത്തുന്നതൊക്കെ ഈ പറഞ്ഞ മൈറ്റോസിസ് വഴിയായിട്ടാണ്. മനുഷ്യരിലേക്ക് വരുമ്പം എപ്പിഡെർമിസിലും ബ്ലഡ് സെൽസിലും ഗട്ടിലും എല്ലാത്തിലുള്ള സെൽസിലും നടക്കുന്നത് ഇത്തരത്തിലുള്ള മൈറ്റോസിസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അത് റീപ്ലേസ് ചെയ്യാനും റീപെയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. കുറച്ചെണ്ണം പഠിച്ചു വെക്കുക, ഇത് കുറെ ഉണ്ടല്ലോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സിനാപ്സിസ്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻ വിച്ച് സബ് സ്റ്റേജ് ഓഫ് പ്രൊഫേസ് വൺ ഡസ് ഇറ്റ് ഒക്കർ? ഓക്കെ, അപ്പോൾ chromosomes start pairing together and this process of association is called as synapses. ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ക്രോമസോമുകൾ അഥവാ ഹോമോലോഗസ് ക്രോമസോമുകൾ പെയർ ചെയ്യാൻ തുടങ്ങുന്ന ആ പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് സിനാപ്സിസ് എന്ന് പറയുന്നത്. മിയോസിസ് 1 സൈഗോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? സൈഗോട്ടി. Next question. First phase of meiosis 1 is typically longer and complex one. Name it, mention the 5 subdivisions of the phase. Okay, meiosis 1ന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര വലുതുമാണ്, ലോങ്ങറുമാണ്, കോംപ്ലക്സുമാണ്. അതിന്റെ ഫേസിന്റെ പേരെന്താ? പ്രൊഫേസ് 1 അല്ലെ. മിയോസിസ് 1 ആയതുകൊണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് എഴുതരുത്? പ്രൊഫേസ് മാത്രം എഴുതരുത്. പ്രൊഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ് നമ്മൾ ചുമ്മാ എഴുതുന്നത് ഇറ്റ് ഇസ് ഇൻ മൈറ്റോസിസ്. മിയോസിസിലേക്ക് വരുമ്പോൾ മിയോസിസ് 1 ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ഒപ്പം നമ്മൾ 1 ചേർക്കണം. പ്രൊഫേസ് 1, മെറ്റഫേസ് 1, ആനഫേസ് 1, ടീലോഫേസ് 1. അഥവാ മിയോസിസ് 2 ആണെന്നുണ്ടെങ്കിൽ പ്രൊഫേസ് 2, മെറ്റഫേസ് 2, ആനഫേസ് 2, ടീലോഫേസ് 2 അങ്ങനെ എഴുതണം. അപ്പൊ ഇവിടെ നെയിം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആസ് പ്രൊഫേസ് 1. അതിനകത്ത് 5 സബ് ഡിവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് പാക്കറ്റീൻ, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. അങ്ങനെ 5 എണ്ണമാണ്. ഓക്കെ, next one. Meiosis ensures the production of haploid gametes in the diploid organism. Why is meiosis called reduction division? എന്തുകൊണ്ടാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്? കാരണം മിയോസിസ് വഴിയായിട്ട് നമ്മളുടെ ക്രോമസോമിന്റെ നമ്പർ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു ഹാഫ് അല്ലെ. അപ്പൊ അതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് റിഡക്ഷൻ ഡിവിഷൻ. And B question, write any two major significance of meiosis. മിയോസിന്റെ സിഗ്നിഫിക്കൻസ് എഴുതുക. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതായതുകൊണ്ടിട്ട് അഗെയിൻ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ആൻസർ എഴുതി വെച്ചിട്ടില്ല. വി ഓൾറെഡി ഡിസ്കസ്ഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് ബിഫോർ. അതുകൊണ്ട് ആ ഒരു ആൻസർ കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് മുന്നേ ഒന്ന് റെഫർ ചെയ്യാം. നമ്മുടെ വീഡിയോയിൽ തുടക്ക ഭാഗത്ത് അത് കിടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. C4 cycle is so called because of the presence of a C4 acid. Name the C4 acid. Name the leaf anatomy present in the C4 plants. ഇതിപ്പോ എവിടെ എത്തി? ഇത്രയും വരെ ആയിരുന്നു എന്ത്? നമ്മളുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു C4 ആസിഡിന്റെ പേര് എഴുതുക. ഏതാണ്? ഓക്സാലോ അസറ്റിക് ആസിഡ് അഥവാ OAA. ഇനി C4 പ്ലാന്റ്സിൽ കാണുന്ന ലീഫ് അനാട്ടമി ഏതാണ്? ഇറ്റ് ഈസ് ക്രാൻസ് അനാട്ടമി. ഏതാണ്? ക്രാൻസ് അനാട്ടമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. നേരത്തെ കണ്ടത് മാതിരി തന്നെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനൈൽ ആണെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഇൻ സ്ട്രോമ. അപ്പൊ ഈ ഡാഷിൽ എന്ത് എഴുതണം? സ്ട്രോമ എന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ. ആരാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പറഞ്ഞത്? ഓപ്ഷൻ എ കൊർണേലിയസ് വാൻ നെയിൽ, ഓപ്ഷൻ ബി ബ്ലാക്ക്മാൻ, ഓപ്ഷൻ സി ജോസഫ് പ്രീസ്ലി, ഓപ്ഷൻ ഡി എംഗൽമാൻ. ആരാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പറഞ്ഞത്? ബ്ലാക്ക്മാൻ. ആരാണ് പറഞ്ഞത്? ബ്ലാക്ക്മാൻ.
ഈ ഒരു പാർട്ട് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാക്ക്മാന്റെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും ഓർത്ത് വെച്ചേക്കണേ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 4 പെക്യുലാരിറ്റീസ് ഓഫ് Z സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഇൻ ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന Z സ്കീമിന്റെ ഏതെങ്കിലും 4 പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. Z സ്കീം വരയ്ക്കാനും കൂടെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യകതയുണ്ട് കേട്ടോ. ഓക്കെ, this whole scheme of transfer of electrons starting from PS2, okay, PS2 ൽ തുടങ്ങുന്നു, എന്നിട്ട് അത് എങ്ങോട്ട് പോകും, uphill to the acceptor, എന്നിട്ട് down the electron transport chain to PS1, എന്നിട്ട് അവിടെ വെച്ചിട്ട് excitation of electrons നടക്കുന്നു, എന്നിട്ട് അതിനുശേഷം it is transferred to another acceptor and finally downhill to NADP plus, reducing it to NADPH plus and H, NADPH and H plus. ഓക്കെ, PS2 ൽ തുടങ്ങി അക്സെപ്റ്ററിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴിയായിട്ട് PS1 എത്തുന്നു, അഗെയിൻ നമ്മുടെ ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു, അവിടെ നിന്ന് അഗെയിൻ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് പോകുന്നു, അവിടെ നിന്ന് NADP പ്ലസ് ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കും, NADPH H പ്ലസും ഉണ്ടാക്കുന്നു. Z സ്കീം എന്ന് അതിന് പറയാനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ്. നമ്മൾ അത് വരയ്ക്കുമ്പോൾ അതിനൊരു ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ Z സ്കീം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. The movement of electrons is downhill in terms of an oxidation reduction or redox potential scale. Redox potential scale അനുസരിച്ച് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡൗൺഹിൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇനി ഇതിനകത്ത് എന്ത് നടക്കുന്നുണ്ട്, 2 ഫോട്ടോ സിസ്റ്റംസും പങ്കെടുക്കുന്നുണ്ട്, ഫോട്ടോ സിസ്റ്റം 1 and 2 പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 4 പെക്യുലാരിറ്റീസ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. Next question, observe the given figure showing C4 pathway, identify cells A and B. A എന്ന് പറഞ്ഞിട്ടൊരു സെല്ലുണ്ട്, B എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലുണ്ട്. A സെൽ എന്താണ്, ബീസോഫിൽ സെൽസ് ആണ്, B എന്ന് പറയുന്നത് ബണ്ടിൽ ഷീത്ത് സെല്ലാണ്. ഏതാണ്, ബണ്ടിൽ ഷീത്ത് സെൽ. B ക്വസ്റ്റ്യൻ നോക്കുക, നെയിം ദ C4 ആസിഡ് ഫോംഡ് ത്രൂ ദിസ് പാത്വേ. ഏതാണ് C4 ആസിഡ്, മാലിക് ആസിഡ് ഓർ aspartic ആസിഡ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നെയിം ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് C4 acid. ഏതാണ്, Rubisco. Next one, define Blackman's law of limiting factors and identify any 2 important factors which influence the rate of photosynthesis in plants. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, C4 പ്ലാന്റ്സിന്റെ കാര്യവും ക്രാൻസ് അനാട്ടമിയുടെ കാര്യമൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. സോ അതൊന്ന് കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുക. ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, ഈ ഫിഗർ ഇല്ലേ, ഈ ഫിഗർ നിങ്ങൾ കാര്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്ലാക്ക്മാനിന്റെ ലോവിന്റെ കാര്യം. ഇവിടെ ആ ബ്ലാക്ക്മാനിന്റെ ലോ നിങ്ങളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മളുടെ ഫോട്ടോസിന്തസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഏതെങ്കിലും 2 ഫാക്ടേഴ്സിന്റെ കാര്യങ്ങളും എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ലോ നോക്കാം. ലോ പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് എ കെമിക്കൽ പ്രോസസ് ഇസ് എഫക്റ്റഡ് ബൈ മോർ ദാൻ 1 ഫാക്ടർ, then its rate will be determined by the factor which is nearest to its minimal value. It is the factor which directly affects the process of the if its quantity is changed. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കെമിക്കൽ പ്രോസസ്സിനെ എഫക്ട് ചെയ്യാൻ ഒന്നിലധികം ഫാക്ടറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കെമിക്കൽ പ്രോസസ്സിന്റെ റേറ്റിനെ നിയന്ത്രിക്കുന്ന അഥവാ നിർണ്ണയിക്കുന്നത് ഏറ്റവും മിനിമൽ വാല്യൂവിനോട് അടുത്ത് കിടക്കുന്ന ഫാക്ടർ ഏതാണോ അതായിരിക്കും. കാരണം ആ മിനിമൽ വാല്യൂവിന് അടുത്ത് കിടക്കുന്ന ഫാക്ടറിന്റെ അളവില് ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തിന്റെ ചേഞ്ചിനെ ബാധിക്കും, എന്തിന്റെ റിസൾട്ടിനെ ബാധിക്കും, ആ കെമിക്കൽ പ്രോസസ്സിന്റെ റിസൾട്ടിനെ ബാധിക്കും. അത്തരത്തിലുള്ള ഒരു കെമിക്കൽ പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിന്റെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, വാട്ടർ എന്നൊക്കെ പറയുന്നത്. ഈ ഫാക്ടേഴ്സിനെ പറ്റി നമ്മൾ കൂടുതൽ വരുന്ന വഴിക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, observe the figure given below, identify the parts A and B, write their functions. Okay, then next question, certain thylakoid pigments are called accessory pigments, name them and write their significance. A എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ മെംബ്രേനിയസ് സാക്കുകൾ അട്ടിയിട്ട് വെച്ചിരിക്കുന്ന മാതിരിയുള്ള A പാർട്ട് ഏതാണ്, ഗ്രാനയാണ്. ഗ്രാന എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ലൈറ്റ് എനർജി ട്രാപ്പ് ചെയ്യാനും ATP NADPH പോലുള്ള സാധനങ്ങളെ സിന്തസൈസ് ചെയ്യാനുമാണ് ഗ്രാന ഹെൽപ്പ് ചെയ്യുന്നത്. trapping the light energy and also for the synthesis of ATP and NADPH. B എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പാർട്ട് ആണ്, that is called as stroma. Okay, enzymatic reaction synthesize sugar which in turn forms starch. Okay, ഷുഗറിനെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാറ്റിക് റിയാക്ഷനുകളും ഷുഗറിനെ മാറ്റി സ്റ്റാർച്ച് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ എല്ലാം നടക്കുന്നത് ഈ പറഞ്ഞ സ്ട്രോമയ്ക്കകത്താണ്. ഇനി സർട്ടൺ പിഗ്മെന്റ്സിനെ നമ്മൾ ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അവരുടെ പേര് എഴുതി സിഗ്നിഫിക്കൻസ് എന്താണെന്ന് എഴുതുക. ക്ലോറോഫിൽ A ഒഴിച്ച് ബാക്കി എല്ലാ പിഗ്മെന്റ്സും ആക്സസറി പിഗ്മെന്റ്സ് ആണ്. ദാറ്റ് മീൻസ് ക്ലോറോഫിൽ B,
സാന്തോഫിൽ, കരോട്ടിനോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിഗ്മെന്റുകളെല്ലാം തന്നെ ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ എന്ത് ചെയ്യുന്നില്ല, അവർ ഡയറക്ട്ലി ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. വാട്ട് ദേ ഡു ഈസ് ഓൺലി അബ്സോർബ് ദ സൺലൈറ്റ്. സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനും ട്രാപ്പ് ചെയ്യാനും വേണ്ടി മാത്രമാണ് അവരുടെ ജോലി. ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് ആക്ച്വലി ക്ലോറോഫിൽ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, C4 plants have a special leaf anatomy. Name the anatomy. Write through three peculiarities of this kind of anatomy. Anatomy യുടെ പേര് നമ്മൾ മുന്നേ പഠിച്ചുള്ളൂ, Kranz anatomy. അതിന്റെ peculiarity പഠിച്ചിട്ടുണ്ടായില്ല, അത് നമുക്കിപ്പോൾ നോക്കാം. First one, Kranz means wreath. Wreath എന്നാണ് അതിന്റെ meaning and it is a reflection of the arrangement of cells. Cell എങ്ങനെ arrange ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ reflection ആണ് Kranz എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. The bundle sheath cells may form several layers around the vascular bundles. They are characterized by having a large number of chloroplasts, thick walls, impervious to gaseous exchange and no intercellular space. ഈ bundle sheath സെല്ലുകൾ എന്ന് പറയുന്നത് വാസ്കുലാർ ബണ്ടിലിന്റെ ചുറ്റിനും ഒരുപാട് ലെയറുകളായിട്ട് മാറുകയും ഒത്തിരി ക്ലോറോപ്ലാസ്റ്റും ഭയങ്കര thick wall ഒക്കെ ആയിരിക്കും അവരുടെ പ്രത്യേകത. ആൻഡ് അത് കാരണം അവിടെ ഗേഷ്യസ് എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. ആൻഡ് മോർ ഓവർ സെൽസിന്റെ ഇടയിൽ ഇന്റർസെല്ലുലാർ ആയിട്ടുള്ള സ്പേസും കാണാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ടൈപ്പിൽ ബണ്ടിൽ ഷീത്ത് സെല്ലുകൾ ഇങ്ങനെ വളരെ കോമ്പാക്ട് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അനാറ്റമീനെ വി കോൾ ഇറ്റ് as Kranz anatomy. ഓക്കെ, ലൈക്ക് നമ്മൾ റീത്ത് ഉണ്ടാക്കില്ലേ, മരിക്കുമ്പോൾ റീത്ത് ഉണ്ടാക്കുമ്പോൾ ഇറ്റ് ഇസ് എ ലെയർ ഓഫ് ഫ്ലവേഴ്സ് ദാറ്റ് വി അറേഞ്ച് ഇൻ എ സർക്കുലർ ഫാഷൻ അല്ലേ. അപ്പൊ അതേമാതിരി വാസ്കുലർ ബണ്ടിലിന്റെ ചുറ്റും ഈ ബണ്ടിൽ ഷീറ്റുകൾ ഇങ്ങനെ അട്ടിക്കിരിക്കുന്നത് ഇറ്റ് ലുക്സ് ലൈക്ക് എ വാട്ട് റീത്ത്. അതുകൊണ്ടാണ് അതിനെ Kranz anatomy എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, light reaction and dark reaction are the two stages of photosynthesis. What is the difference between light and dark reaction? Okay, light dark reaction പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പക്ഷെ എന്നാലും നമുക്കൊന്ന് പറയാം. ഓക്കെ, ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന റിയാക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതിന് നമുക്ക് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് കൂടെ വിളിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ലൈറ്റിന്റെ ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട് സമയത്ത് നടക്കുന്നു എന്നല്ല, പകലായിരിക്കുമ്പോഴും വെളിച്ചമുള്ളപ്പോഴും നടക്കും. പക്ഷെ അതിന് ലൈറ്റിന്റെ പ്രസൻസ് ആവശ്യമില്ല, ലൈറ്റ് വേണ്ട. ലൈറ്റ് വേണ്ടാതെ നടക്കുന്ന റിയാക്ഷൻസിനെ വി കോൾ ഇറ്റ് ആസ് ഡാർക്ക് റിയാക്ഷൻ അഥവാ കാർബൺ റിയാക്ഷൻ. എന്താ വിളിക്കുക? കാർബൺ റിയാക്ഷൻ. Okay, the reactions in which directly light is driven are called light reaction or photochemical reaction. Those does not directly light driven but are dependent on the products of light reactions ATP and NADPH. Okay, is called as dark reaction or carbon reaction. However, this should not be constructed to mean that they occur in darkness or they are not light dependent. Next question, observe the figure of Calvin cycle given below. Write the name of the three major events marked as A, B and C. Okay, A എന്ന് പറഞ്ഞ event എന്താ? Carboxylation. B എന്ന് പറഞ്ഞ event എന്താ? Reduction. അല്ലേ? And C എന്ന് പറഞ്ഞ event ഏതാണ്? Regeneration. ഏതാണ്? Regeneration. B question നോക്കുക. Find out the name of the first carbon dioxide acceptor given in the figure. ആദ്യത്തെ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഏതാണ്? അവിടെ മത്തങ്ങ അക്ഷരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നോക്കി എഴുതിയാൽ മതി. ഏതാണ്? റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ്. ഏതാണ്? റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ്. പല തരത്തില് പല സൈക്കിൾസിൽ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്ററിന്റെ പല പല പേരുകൾ, പല പല കെമിക്കൽസിന്റെ നെയിം ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഈ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റെപ്പ് എല്ലാം വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, write any three differences between cyclic and non-cyclic photophosphorylation. അതുപോലെ തന്നെ അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Photophosphorylation takes place during photosynthesis. Name the types of photophosphorylation. ഏതൊക്കെയാണ് ടൈപ്സ്? സൈക്ലിക്കും നോൺ സൈക്ലിക്കും. Distinguish between them any two differences. അപ്പൊ നിങ്ങളുടെ അടുത്ത് പല രീതിക്ക് ചോദിക്കാം. ആൻഡ് സർപ്രൈസിംഗ്ലി കാൽവിൻ സൈക്കിളും C3, C4, കെമിയോസ്മോട്ടിക് പാത്വേ എല്ലാം ഉണ്ടായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. വേറെ ട്വിസ്റ്റഡ് ആയിട്ടും ആപ്ലിക്കേഷൻ ലെവലിൽ ഇതിനകത്ത് ചോദിക്കാനൊന്നുമില്ല. ഡിസ്റ്റിങ്ക്യൂഷ് അഥവാ ഡിഫറൻഷിയേറ്റ് അങ്ങനെയാണ് ചോദിക്കുന്നത്. സോ ഡോണ്ട് വറി, അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് പഠിക്കുക കേട്ടോ. whatever നമുക്കിപ്പോൾ നോക്കാം. When the two photosystems work in a series, first PS2 and then PS1, a process called non-cyclic photophosphorylation occurs. രണ്ട് ഫോട്ടോ സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ആദ്യം പ്രവർത്തിക്കുന്നത് ആരാ? PS2. അതിനുശേഷം പ്രവർത്തിക്കുന്നത് ആരാ?
PS1. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? നോൺ സൈക്ലിക് ആയിട്ടുള്ള photophosphorilation ആയിരിക്കും. പക്ഷെ when only PS1 is functional, the electron is circulated within the photosystem and the phosphorylation occurs with the cyclic flow of electrons. Okay. PS1 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് അവിടെ തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സൈക്ലിക് ഫാഷനിൽ. So that is called as cyclic photophosphorylation. And it occurs only when light of wavelength beyond 680 nanometer available for excitation. 680 നാനോമീറ്റർ അതിൽ കൂടുതലോ ഉള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ മാത്രമാണ് എന്ത് നടക്കുന്നത്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടക്കുന്നത്. ഓക്കെ. ഇനി ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഇൻ ദ സ്ട്രോമ ലാമെല്ലെ. എവിടെയാണ് നടക്കുന്നത്? ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഇൻ ദ സ്ട്രോമ ലാമെല്ലെ. ഇനി in cyclic photophosphorylation, the two photosystems are connected through a ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇവർ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും ഉണ്ട്. ATP അവിടെ സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കുറച്ചെണ്ണം പഠിച്ചു വെക്കുക. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചിലപ്പോൾ ഈ തവണ 4 എഴുതാൻ പറയും, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് നിങ്ങളുടെ ലക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിരിക്കും. പക്ഷേ ഇഫ് യു എന്താ പറയാ നമ്മളിങ്ങനെ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe the given diagram of LHC. LHC എന്ന് വെച്ചാൽ എന്താ? Light Harvesting Complex. Name the pigment that forms the reaction center. ഏതാണ്? Chlorophyll ആണ് pigment എന്ന് പറയുന്നത്. Name any one accessory pigment involved in the photosynthesis. ഏതാണ്? Carotenoids, xanthophyll എന്തെങ്കിലും എഴുതുക. ഫംഗ്ഷൻ ഓഫ് accessory pigment അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, അപ്പോൾ വീണ്ടും ഒന്നും കൂടെ പറയേണ്ടതില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഫിഗർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് ആയതുകൊണ്ടിട്ടാണ് ഞാനിതൊന്ന് ഡിസ്ക്രൈബ് ചെയ്തത്. പക്ഷേ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. But based on figure ആയതുകൊണ്ടിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തത് മാത്രം. Okay. The next one. The use of radioactive C14 by Melvin Calvin in algal photosynthesis studies led to the discovery of carbon dioxide fixation in green plants. Identify the first stable product in this carbon fixation cycle. Calvin cycle first stable product എന്താണ്? ഏതാണ്? ഗ്ലൂക്കോസ് ആണ്. ഏതാണ്? ഗ്ലൂക്കോസ്. Which are the three main stages of this cycle? ഏതൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. Carboxylation, reduction and regeneration. Work out how many ATP and NADPH molecules will be required to make one molecule of glucose. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ATP and NADPH ആവശ്യമുണ്ട് എന്നുള്ളത് ഒന്ന് വർക്ക് ഔട്ട് ചെയ്യുക. നമ്മൾ 6 കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്താലാണ് അതിൽ നിന്ന് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ. അതോടൊപ്പം എത്ര എണ്ണം കൊടുക്കണം? 18 ATP കൊടുക്കണം. അപ്പോൾ 18 ADP പുറത്തേക്ക് വരും. ആൻഡ് 12 NADPH കൊടുത്തു കഴിഞ്ഞാൽ 12 NAD പുറത്തേക്ക് വരും. അപ്പോൾ 18 ATPയും 12 NADPHും ആണ് വേണ്ടത് ഫോർ വാട്ട് ടു പ്രൊഡ്യൂസ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ ആണോ? പിന്നെ 6 കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടില്ല. ഹൗ മെനി ATP and NADPH എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 18 എന്നും 12 എന്നും എഴുതി വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ മാർക്ക്. Next question. C4 plants are adapted to overcome a wasteful process found in C3 plants and hence productivity and yields are better in these plants. Name the wasteful process found only in C3 plants. C4 plants ഇല്ലാത്തതും C3 ഉള്ളത് ഏതാണ്? Photo respiration. ആ പ്രോസസ് ആണ് wasteful ആയിട്ടുള്ളത്. Identify the cells involved in the C4 pathway. ഏതൊക്കെ സെൽസ് ആണ്? മീസോഫിൽ സെൽസും അതുപോലെ തന്നെ ബണ്ടിൽ ഷീത്ത് സെൽസും. ഇനി write the two differences between C3 and C4 plants. C4 പ്ലാന്റ്സിന്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. അവർക്കൊരു സ്പെഷ്യൽ അനാട്ടമി ഉണ്ട് അല്ലെ? ക്രാൻസ് അനാട്ടമി. ദേ ടോളറേറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ്. കൂടുതൽ ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ ഹൈ ലൈറ്റ് ഡെൻസിറ്റീസിനോട് ഒരു റെസ്പോൺസ് ഒക്കെ അവർ ഷോ ചെയ്യാറുണ്ട്. അവരുടെ കയ്യിൽ എന്തില്ല? ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വേസ്റ്റ് ആയിട്ടുള്ള പ്രോസസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ഓഫ് ബയോമാസ് ആണ് ഉള്ളത്. അപ്പൊ C3 പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്ത് എഴുതാൻ പറ്റും? അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് PGA ആണ്. PGA എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അതുപോലെ തന്നെ അവർക്ക് എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നുമുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ രണ്ട് ഡിഫറൻസിയേഷൻ എഴുതി വെച്ചാൽ മാത്രം മതിയാവും. ഈ C4 പ്ലാന്റ്സും C3 പ്ലാന്റ്സും നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി കാണുന്നുണ്ട്. സോ അതും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ജസ്റ്റ് ഒരു ടേബിൾ മാതിരി വരച്ചൊരു 3 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ നോൺ സൈക്ലിക്കും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ പഠിച്ചു വെച്ചത് മാതിരി തന്നെ കാണാപാഠം അങ്ങോട്ട് പഠിച്ചു വെക്കുക. യു ക്യാൻ ഗിവ് ഇറ്റ്. ഓക്കെ. Photosynthesis is a process influenced by environmental factors as well as plant factors. Mention 3 factors under each category.
എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതിന്റെ ചുറ്റുപാടുള്ള ഫാക്ടേഴ്സ് ആണ്. പ്ലാന്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ചെടിയിൽ തന്നെ അതിന്റെ സ്വന്തമായിട്ട് ഇന്റേണൽ ആയിട്ട് അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓരോ കാറ്റഗറിയിൽ പെടുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പെടുന്നത് ഏതൊക്കെയാണ്? അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്, സൂര്യന്റെ പ്രകാശം എത്രത്തോളം ഉണ്ട്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ, വാട്ടർ, അതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്മുടെ ലീഫിന്റെ ഓറിയന്റേഷൻ, മീസോഫിൽ സെൽസ് എത്രത്തോളം ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് എത്രത്തോളം ഉണ്ട്, ഇന്റേണൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ എത്രത്തോളമാണ്, ക്ലോറോഫില്ലിന്റെ എമൗണ്ട് എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിലേതെങ്കിലും 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 3 മാത്രമായിട്ട് പഠിക്കരുത്, മൊത്തത്തിൽ പഠിച്ചു വെക്കുക. 4 എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ട്. Next one, Rubisco is the most abundant enzyme in the plant world. How does Rubisco involve in photorespiration? Okay, photorespiration Rubisco പങ്ക് എന്താണെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞത് മാതിരി റുബിസ്കോ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് എൻസൈം ആണ്. ആൻഡ് അതിന് എന്തുണ്ട്, ഇറ്റ് ഈസ് ഹാവിംഗ് ആൻ ആക്റ്റീവ് സൈറ്റ് വിച്ച് ക്യാൻ ബൈൻഡ് ടു ബോത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. അതുകൊണ്ടിട്ടാണ് റുബിസ്കോ എന്ന് പേര് വന്നിട്ടുള്ളത്. ആൻഡ് മോർ ഓവർ അതിന് കൂടുതലായിട്ട് ബൈൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത് ആരോടാണ്? കാർബൺ ഡൈ ഓക്സൈഡിനോടാണ്. ഓക്കെ, ആൻഡ് ഇനി ഫോട്ടോ റെസ്പിറേഷനകത്തേക്ക് വരുമ്പോൾ അത് ഈ ഒരു പാരഗ്രാഫ് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഇൻട്രൊഡക്ഷൻ മാതിരി, ഒരു പരിചയപ്പെടുത്തൽ മാതിരി കൊടുത്തു എന്നേ ഉള്ളൂ. ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, സെക്കൻഡ് പാരഗ്രാഫ് മാത്രം എഴുതിയാലും മതി. ഓക്കെ, in C3 plants some oxygen does bind to Rubisco and hence carbon dioxide fixation is decreased. ചില ഓക്സിജൻ മോളിക്യൂൾസ് റുബിസ്കോയോട് ബൈൻഡ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ കുറഞ്ഞു പോകുന്നു. Here the RUBP instead of being converted to 2 molecules of PGA binds with oxygen to form 1 molecule of phosphoglycerate and phosphoglycolate in a pathway called photorespiration. എന്താ സംഭവിക്കുന്നത്? ഈ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് C3 പ്ലാന്റ്സിൽ ചില ഓക്സിജൻ റുബിസ്കോയുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ കുറയും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും എന്തായിട്ട് മാറേണ്ടതായിരുന്നു? PGA ആയിട്ട് മാറേണ്ടതായിരുന്നു. പക്ഷെ ഓക്സിജൻ ബൈൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ട് ഇറ്റ് കൺവേർട്സ് ഇൻ ടു ഫോസ്ഫോഗ്ലിസറേറ്റും അതുപോലെ തന്നെ ഫോസ്ഫോഗ്ലൈക്കോലേറ്റും. അതാണ് ഫോട്ടോ റെസ്പിറേഷനിൽ റുബിസ്കോന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, chemiosmosis theory of photosynthesis requires a proton gradient for ATP synthesis to occur. Explain 2 events that cause proton gradient. Okay, proton gradient cause ചെയ്യുന്ന 2 ഇവന്റ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ 3 ഇവന്റ്സ് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഇവന്റ്സ് ആണ് കേട്ടോ. Chemiosmosis theory of photosynthesis requires a protein gradient for ATP synthesis to occur. ATP synthesis occur ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള proton gradient ആവശ്യമാണ്. As electrons move through this photosystems, protons are transferred across the plasma membrane. This happens because the primary acceptor of electrons, which is located towards the outer side of the membrane, transfers the electron not to an electron carrier but to an hydrogen carrier. Okay, ഫോട്ടോസിസ്റ്റത്തിൽ കൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ പ്രോട്ടോൺസിന് മെംബ്രെയിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ പ്രൈമറി ആക്സെപ്റ്റർ എന്ന് പറയുന്നത് മെംബ്രെയിന്റെ പുറം വശത്താണ് ഇരിക്കുന്നത്. എന്നിട്ടത് ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ കാരിയറിലേക്ക് അല്ല, ഹൈഡ്രജൻ അഥവാ പ്രോട്ടോൺ കാരിയറിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് മോളിക്യൂൾ റിമൂവ്സ് എ പ്രോട്ടോൺ ഫ്രം ദ സ്ട്രോമ വൈൽ ട്രാൻസ്പോർട്ടിങ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നത്, സ്ട്രോമയിൽ നിന്ന് പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നത് ഒരു പ്രോട്ടോൺ ആണ്. When this molecule passes on its electron to the electron carrier on the inner side of the membrane, the proton is released into the inner side or the lumen side of the membrane. ഈ ഒരു സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സമയത്ത് എന്ത് പറ്റും? പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇന്നർ സൈഡ്, സെല്ലിന്റെ ഇന്നർ സൈഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. The NADP reductase enzyme is located on the stroma side of the membrane. Stroma side NADP reductase എന്ന് പറഞ്ഞിട്ടുള്ള enzyme ഉണ്ട്. Along with the electrons that come from the acceptor of the electrons of PS1, protons are necessary for the reduction of NADP plus and NADPH plus H plus. These protons are also removed from the stroma. Okay, PS1 ൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിന്റെ പോലെ തന്നെ ആരെയും കൂടെ റിമൂവ് ചെയ്യുന്നുണ്ട്, പ്രോട്ടോൺസിനെയും കൂടെ റിമൂവ് ചെയ്യുന്നുണ്ട്. കാരണം അവര് NADP പ്ലസിനെ NADPHും H പ്ലസും ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ആര്? പ്രോട്ടോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി there is a clear division of labor within the chloroplast. Substantiate the given statement with an explanation stating 2 points. Clear division of labor ആണ് ക്ലോറോപ്ലാസ്റ്റിൽ കാണാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങളോട് ആ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ,
Chloroplast, within the chloroplast, there is a membranous system consisting of grana, stroma lamellae and the matrix stroma. മൂന്ന് സാധനങ്ങളാണ് ഉള്ളത് membranous systemത്തിൽ. ഏതൊക്കെയാണ്? ഗ്രാന ഉണ്ട്, stroma lamellae ഉണ്ട്, matrix stroma ഉണ്ട്. And അവിടെ നമുക്ക് clear division labor കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ this membrane system is responsible for trapping light energy and also for the synthesis of ATP and NADPH. Membrane system ആണ് എന്തിനെ help ചെയ്യുന്നത്? ലൈറ്റ് എനർജിനെ ട്രാപ്പ് ചെയ്യാനും ATP, NADPH പോലെയുള്ള സാധനങ്ങളെ സിന്തസൈസ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. In stroma, enzymatic reaction synthesize sugar which in turn forms starch എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ, സ്ട്രോമയ്ക്കകത്താണ് ഷുഗറിനെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാറ്റിക് റിയാക്ഷനുകൾ നടക്കുന്നത്, അത് പിന്നീട് സ്റ്റാർച്ച് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതിനകത്ത് ആദ്യം പറഞ്ഞ റിയാക്ഷനിൽ ലൈറ്റിന്റെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. രണ്ടാമത് പറഞ്ഞ ഈ എൻസൈമാറ്റിക് റിയാക്ഷനുകളിൽ ലൈറ്റിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടിട്ട് വി കോൾ ഇറ്റ് ആസ് ഡാർക്ക് റിയാക്ഷൻ. അത് ഓൾറെഡി പറഞ്ഞതാണ്, ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ 2 ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബേസിക്കലി ആ സെൽ സൈക്കിളിൽ മൈറ്റോസിസ്, മിയോസിസ്, അതുപോലെ സെൽ സൈക്കിൾ, അങ്ങനെയുള്ള ആ മേജർ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓരോ ഫേസിലും നടക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ ഡെഫിനിഷൻസും പഠിച്ചു വെക്കുക. ആൻഡ് ഫോട്ടോസിന്തസിസിനകത്തേക്ക് വരുമ്പോൾ C3, C4 പാത്വേ ആൻഡ് കാൽവിൻ സൈക്കിളിന്റെ ആ ഒരു സ്ട്രക്ചർ, അതുപോലെ തന്നെ C3, C4 പ്ലാന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആൻഡ് കെമിയോസ്മോട്ടിക് തിയറി, സൈക്ലിക്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, അങ്ങനെയുള്ള മേജർ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ഏതൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോൾ തന്നെ ഒരുമിച്ച് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. ആക്ച്വലി ഇത് തേഴ്സ്ഡേ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ്. തേഴ്സ്ഡേ എനിക്കൊരു ഫംഗ്ഷൻ വന്നത് കൊണ്ടിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ സാധിക്കാത്തത് കൊണ്ടിട്ട് ഫ്രൈഡേ ഇട്ടതോ. ഫ്രൈഡേ ഈവൻ ലേറ്റ് ആണെന്ന് അറിയാം, പക്ഷേ ഐ വാസ് ക്വൈറ്റ് ബിസി. പക്ഷേ വാട്ട് എവർ, നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ ഇത് കാണുക. എന്തായാലും ഇപ്പം ഒന്നും കാണുന്നുണ്ടാവില്ലല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി എക്സാം നടക്കുന്നത് കൊണ്ടിട്ട് അതത് സ്പെസിഫിക് സബ്ജക്ട്സ് ആയിരിക്കില്ലേ പഠിക്കുന്നുണ്ടാവുക. സോ ടൈം കിട്ടുന്ന അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ശനി ഞായറും അവധിയാണ്. സോ തിങ്കളാഴ്ചത്തേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കാതെ ഞായറാഴ്ച അതിന് വേണ്ടിയിട്ട് സ്പെയർ ചെയ്യുക. പക്ഷേ സാറ്റർഡേ നിങ്ങൾ എന്തായാലും വേറെ ഏതെങ്കിലും കുറച്ച് നിങ്ങൾക്ക് ടഫ് എന്ന് തോന്നുന്ന സബ്ജക്റ്റുകളും കൂടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ഒക്കെ ഈ വീഡിയോസും ചാനലും നമ്മളുടെ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ് വിൽ ബി വെരി കൈൻഡ് ഓഫ് യു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ ഈ വീഡിയോ സംബന്ധിച്ചോ മുന്നത്തെ വീഡിയോകളെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റുകൾ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ഒരു മടിയും വേണ്ട. വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. അടുത്ത വീഡിയോയിൽ പുതിയ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പുതിയ ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.